യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 3-ാം വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ എൻ്റെ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. നിസ്സാരതയും കുറവുമുള്ള ജീവിതങ്ങൾ ദൈവത്തോട് പറയും: കർത്താവേ, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തിയെല്ലാം വ്യർത്ഥമാണ്. കർത്താവേ, നിഷ്ഫലമായി പല സമയങ്ങൾ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, എങ്കിലും എൻ്റെ അവകാശം പ്രതിഫലം ദൈവത്തിൽ. മക്കളെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലോട് കടന്നു വരുവാൻ, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വലിയ കൃപ നമ്മൾ ചോദിക്കുകയാണ്. ഈശോയെ, പുതുവർഷത്തിന്റെ 2 ദിനങ്ങൾ പിന്നിട്ട് 3-ാം ദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ, എൻ്റെ പൊന്നു തമ്പുരാനെ, നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതിഫലം. എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഈശോയെ വലിയ പ്രതിഫലമായിട്ട് മാറട്ടെ. ഈശോയെ അന്വേഷിക്കുന്ന ഹൃദയങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാം ഇന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിലെ, നമ്മുടെ മുൻപിലെ, പിറകിലെല്ലാം ഈശോയെ അന്വേഷിക്കുന്ന ഹൃദയങ്ങളും സ്വരങ്ങളും പ്രവർത്തനങ്ങളും ഉയരാൻ നമുക്കെല്ലാം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ നിങ്ങൾ ലജ്ജിതരാവുകയില്ലെന്ന് വചനം പറയുകയും, എല്ലാ മക്കളും ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളും ഈശോയെ അന്വേഷിക്കാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഞാൻ അവനെ അന്വേഷിച്ചു, ഞാൻ അവനെ കണ്ടെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു: സിസ്റ്ററെ, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നിരീശ്വരവാദികളാണ്, അവർക്ക് ആർക്കും വിശ്വാസമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ഈശോയെ മറന്നു പോകില്ല. എൻ്റെ മുമ്പിലെ സിസ്റ്റർ ഇരിപ്പുണ്ട്, എന്നാൽ സിസ്റ്റർ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഈശോയെ കണ്ടു കഴിഞ്ഞവനാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈശോയെ തള്ളി പറയില്ല, ഞാൻ ഒരിക്കലും ഈശോയെ മറന്നു കളയില്ലെന്ന് ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മുമ്പ് വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവൻ്റെ മുമ്പിൽ ഏറെയുണ്ട്, മനസ്സ് തകർന്നു പോകുന്നുണ്ട്. പക്ഷെ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്: എൻ്റെ ഈശോയെ ഞാൻ കണ്ടു കഴിഞ്ഞു. നമുക്കെല്ലാം ഈശോയെ കാണാൻ പറ്റട്ടെ. ഈശോയെ അന്വേഷിക്കുന്ന യുവജനങ്ങൾ ഉണ്ടാവണം, ഈശോയെ അന്വേഷിക്കുന്ന കുടുംബങ്ങൾ ഉണരണം, ഈശോ അന്വേഷിക്കുന്ന ദേശങ്ങൾ ഉണരണം. കർത്താവേ, ഈ 2025 ജൂബിലി വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കളെല്ലാം നിന്നെ അന്വേഷിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈ ഒരു ആഗ്രഹത്തോട് ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ അന്വേഷിക്കാനുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ എന്ന് തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, ഞങ്ങൾ നിന്നെ അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഈശോയെ, നിന്നെ തേടി വരുന്ന സമൂഹം കർത്താവേ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ തേടുന്ന ഒരു സമൂഹം ഉടലെടുക്കുവാൻ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഇവിടെ മറ്റെല്ലാം നിയോഗങ്ങളും മാറ്റിവെച്ച് ഈശോയെ തേടുന്ന സമൂഹം വളരട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന 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 ആരാധന
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിരി 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 ബല 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 വിരി 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 വിരി. യേശുവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകുന്ന വലിയൊരു ചലനത്തിന്റെ യേശുവേ ആത്മാവേ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഒന്നുമില്ല. യേശുവേ 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 യേശുവേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ കേളയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. കത്തിജ്വലിച്ചിടുമൊരു തീജ്വാല പോ അഭിഷേകത്താലെന്നെ നിറയ്ക്കണമേ. കത്തിജ്വലിച്ചിടുമൊരു തീജ്വാല പോ അഭിഷേകത്താലെന്നെ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോളം പ്രിയനേ. നിനക്കായി ഞാൻ കത്തിയെരിഞ്ഞിടാം, ആയുസ്സുള്ള നാളോളം പ്രിയനേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിലാളിക്കത്തിവാ.
ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എന്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാനാ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിലാളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. 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 ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയം ഈശോയുടെ പക്കലോട്ട് ഉയരട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാം നിന്നെ അന്വേഷിക്കുന്ന ഹൃദയവുമായി നിന്റെ സന്നിധിയിലായിരിക്കും. എന്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയും. നന്ദി ഈശോയെ, 1000 നന്ദി ഈശോയെ. അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത നിന്റെ വലിയ കരുണ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ള അടയാളങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഒരു പുതിയ വർഷത്തിന്റെ ആദ്യ മാസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ കർത്താവ് തന്ന വചനം ഇതാണ്. പുതുവർഷത്തില് ഈശോ എനിക്ക് തന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 8 മുതലുള്ള വചനങ്ങളാണ്. 49 അധ്യായം 8 മുതലുള്ള വചനങ്ങളാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. പിന്നെ താഴോട്ട് ദൈവം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ, ഒരു വലിയ ബ്ലെസ്സിങ്ങിന്റെ വചനങ്ങളാണ് നമ്മൾ താഴോട്ട് മുഴുവനായിട്ട് കാണുക. അതായത് പ്രവാസത്തിലോട്ട് പോയ ജനം സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു തിരിച്ചുവരവിൽ ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വചനമാണ് ഈ പുതുവർഷത്തിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്ന വചനമത. അവിടെ 10ാമത്തെ വചനം ഇതാണ്: അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 10ാമത്തെ വചനം അതാണ്. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല.
ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. അപ്പൊ നമ്മളൊരു കാര്യം അറിയേണ്ടതുണ്ട്. വിശപ്പുണ്ടാകും, ദാഹം ഉണ്ടാകും, വലിയ കാറ്റുണ്ടാകും, വെയിലുണ്ടാകും. കർത്താവ് ഒരു കാര്യം പറയുകയാണ്, തിരിച്ചു വരുന്ന ജനത്തോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ വിശപ്പുണ്ടാകാം, ദാഹമുണ്ടാകാം, പക്ഷേ അതൊന്നും നിന്നെ തൊടുകയില്ല. വെയിലോ ചൂടോ അവിടെ ഉണ്ട്, അതൊന്നും മാറിപ്പോകുന്നില്ല, അതൊന്നും നിന്നെ തളർത്തുകയില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. കർത്താവിന്റെ വചനം വന്ന്, അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും, നീർച്ചാലുകൾക്കരികിലൂടെ അവൻ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ 2025 പ്രതീക്ഷിച്ച് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ച് ഈ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 2025 നിരപ്പുള്ള വഴികളിലേക്ക് മാത്രമാണ് നീ പോകുന്നതെന്ന് ഒരിക്കലും നീ ചിന്തിക്കരുത്. നിന്റെ മുൻപിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നഷ്ടമാകുമെന്നും നീ വിചാരിക്കരുത്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ പ്രതിസന്ധികളും നിന്റെ മുമ്പിലുണ്ടെങ്കിലും അതൊന്നും നിന്നെ തൊടാത്ത വിധത്തിൽ നിന്റെ കർത്താവ് നിന്നെ നയിക്കും. അതാണ് കർത്താവിനോട് പറയുന്ന ഒരു വചനം. ഈ പുതുവർഷത്തിൽ ദൈവം നിനക്ക് തരുന്ന വചനവത. കഴിഞ്ഞ ദിവസം ഒരാള് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ പുതുവർഷം തകർച്ചയുടെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ മാത്രം ഒരു വേദനയിലൂടെയാണ് ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. ഒരാൾ പറഞ്ഞു, പുതുവർഷം പ്രഭാതം ഞാൻ എഴുന്നേറ്റപ്പോ ഞാൻ കേൾക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത റിലേഷനുള്ള ഒരാള് രാവിലെ വീട്ടിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തില് എൻ്റെ മുമ്പിൽ പ്രതിസന്ധികള്, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2025 തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് രണ്ടുപേരും രണ്ടായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ ഈശോ പറയുകയാണ്, നിന്നോട് ദയയുള്ളവൻ ഇതിന് മുകളിലൂടെ എല്ലാം കടന്നു പോകാൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ നയിക്കും. ഒരടുത്ത വചനം ഇതാണ്, നീർച്ചാലുകൾക്കരികിൽ. അപ്പൊ ദാഹം ഉണ്ട്, ഉറപ്പാ. ആ ദാഹം ശമിപ്പിക്കാൻ നീർച്ചാലരികിലൂടെ അവരെ കൊണ്ടുപോകും. അടുത്ത വചനം ഇതാ, മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. കർത്താവ് പറയാണ്, അപ്പൊ മലയുണ്ട് നിന്റെ മുമ്പില്, ഈ മല നിനക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാക്കി ദൈവം മാറ്റിത്തരും. ആ മല അവിടെ തകർക്കപ്പെട്ട് വീഴും എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല, പക്ഷെ മലയിൽ ഒരു വഴി നിനക്ക് വേണ്ടി ഈശോ ഒരുക്കും. വീണ്ടും വചനം പറയാണ്, രാജവീഥികൾ ഉയർത്തും, അങ്ങ് ദൂരെ നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക, കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് വലിയ കരുണ കാണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഈ 2025 ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വഴികൾ ചിലപ്പോൾ മലയുള്ളതായിരിക്കാം. വലിയ ദാഹത്തിന്റെയും വിശപ്പിന്റെയും വഴികളിലൂടെ പോകേണ്ടി വരാം. വെയിലും ചൂടും അനുഭവിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരാം. അതെല്ലാം വലിയ സത്യങ്ങളാണ്. എന്നാൽ ഈശോ നമ്മോട് പറയുകയാണ്, നിനക്ക് കടന്നു പോകാനുള്ള വഴി തുറക്കാൻ നിന്നോട് ദയയുള്ളവൻ നിന്നെ നയിക്കും. അപ്പൊ നമ്മൾ ഈ പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈശോ നമ്മളെ നയിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ വഴിയിലൂടെ ഈശോനെ നയിക്കണം. ഈ മല ഞാൻ കടന്നു പോകണ്ട, എനിക്ക് ഈ മല വേണ്ടെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുക. പക്ഷെ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയാണ്. ഈ പുതുവർഷത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിലെ മലകളിൽ ഒരു വഴി ഞാൻ ഒരുക്കും. നിന്റെ മുൻപിലെ വിശപ്പിന് മുമ്പിൽ അത് നിനക്ക് അനുഭവിക്കാൻ പറ്റാത്ത, വിശപ്പ് തോന്നാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതെങ്ങനെയാ? അടുത്ത വചനമാണ്, കർത്താവിന് വേണ്ടി നീ കാത്തിരുന്ന. അടുത്ത വചനം 49-ാം അധ്യായം 24-ാമത്തെ വചനം ഇതാണ്, ശക്തനിൽ നിന്ന് ഇരയെയോ, കർത്താവിന്റെ ഒരു വചനമാണ്, സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? ഒരു ചോദ്യമാണ്. ദൈവം ചോദിക്കുകയാണ്, ശക്തനായ ഒരുവനിൽ നിന്ന്, സിംഹത്തിൽ നിന്ന് ഇരയെയോ, സ്വേച്ഛാധിപതിയിൽ നിന്ന്, അടിമകളാക്കി വെച്ചിരിക്കുന്ന സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെ വിടുവിക്കാൻ കഴിയുമോ? എന്നിട്ട് കർത്താവ് തന്നെ ഉത്തരം തന്നെയാണ്, കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കും, സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത വചനമാണ്, ശ്രദ്ധിക്കേണ്ട ചില വചനങ്ങളുണ്ട്. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയൊരു വചനമാണ്
കർത്താവ് ഈ പുതുവർഷത്തിൽ നമുക്കായി ദൈവം നൽകിയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അമുക്കുന്ന ഞെരുക്കുന്ന ശക്തനായവർ നമ്മുടെ മുമ്പിൽ വരാം. നമ്മളെ വിഴുങ്ങിക്കളയുന്ന ചില സ്വേച്ഛാധിപതികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം. പക്ഷെ ഈശോ നമ്മളോട് പറയുന്ന ഈ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, ഇതെല്ലാം അസാധ്യമെന്ന് തോന്നും, പക്ഷേ എനിക്കിതെല്ലാം സാധിക്കും. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. കർത്താവ് പറയാണ്, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും. അതുകൊണ്ട് ഈ പുതുവർഷം നമ്മൾ ചേർത്തു പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വലിയ ശക്തിയാണ്, ദൈവത്തെയാണ്. ദൈവത്തെ നമ്മൾ കൂട്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിലോട്ട് വരാൻ പോകുന്ന ഒരു മലയും ഇനി വരരുത്, ഒരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന, കർത്താവെ ഈ മലയിൽ ഒരു വഴി ഒരുക്കാൻ പറ്റുന്ന നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിമിഷം കൂടി നമ്മുടെ ഈ 2025 ഇനിയുള്ള ഓരോ ദിവസങ്ങൾ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അവസ്ഥയിലായിരിക്കുന്നോ, അവസ്ഥകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ചില രോഗത്തിന്റെ പീഡകളായിരിക്കാം, മരണത്തിന്റെ വക്കിലായിരിക്കാം, തകർച്ചയുടെ വക്കിലായിരിക്കാം, എല്ലാ പരാജയങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തിയായിരിക്കാം, മുമ്പിൽ ഒരു വഴിയില്ലാതെ കരയുന്ന വ്യക്തിയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അത് മുഴുവൻ ഈശോയുടെ പക്കലേക്ക് വെച്ച് ഒരിക്കൽ കൂടി നമ്മൾ ഈശോയെ ഒന്ന് സ്തുതിക്കാൻ പോവുകയും ദൈവത്തിന്റെ വലിയ കൂട്ട്, ദൈവത്തിന്റെ വലിയ ഇടപെടൽ മാത്രം ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 അപ്പാ 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 പിതാവേ അപ്പാ അപ്പാ ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വലിയ കൃപയും നിറവും ഉണ്ടാകാൻ ആഗ്രഹിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസമാകുന്ന വലിയ ബലത്തിൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 31-ാം തീയതി വൈകുന്നേരം 9 മണിക്ക് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് ഇപ്രകാരമാണ്. ഇങ്ങനെ മെസ്സേജ് എനിക്ക് ഒത്തിരി നാളായിട്ട് പരിചയമുള്ള ഒരു ചേച്ചിയുടെ മെസ്സേജാണ്. ചേച്ചി എനിക്ക് പുതുവർഷം വിഷ് ചെയ്തിരിക്കുകയാണ്. സിസ്റ്റർ ആൻമരിയ, എല്ലാ അനുഗ്രഹങ്ങളും വിശ്വ തരട്ടെ, പുതുവർഷത്തിന്റെ ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ ഒത്തിരി കണ്ണുനീരായിരുന്നു കേട്ടോ സിസ്റ്ററെ. എൻ്റെ ജീവിതത്തിന്റെ കണ്ണുനീര് ഒരുപക്ഷെ എൻ്റെ മരണത്തിന്റെ സമയത്തെ തീരുവൊള്ളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കണ്ണുനീരിനിടയിലും ഞാൻ എപ്പോഴും പിടിച്ചു നിൽക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സിസ്റ്റർ ഞാൻ എപ്പം മെസ്സേജ് ഇട്ടാൽ സിസ്റ്റർ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചേച്ചി ഈശോ കൂടെയുണ്ട്. ഈ ഒരു സെന്റൻസ് എൻ്റെ ജീവിതത്തിൽ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 24 വർഷമായി, 23 വയസ്സുള്ള കട്ടിലിൽ മാത്രം കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, വേറൊരു കുഞ്ഞില്ല. ഈ പെൺകുട്ടിയെ എടുക്കണം, കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, അവളൊന്ന് ചിരിച്ചു പോലും നമ്മളെ ചൊവ്വേന്നേരം കാണിക്കില്ല. പക്ഷെ ഇവളെ നോക്കണം, ഇവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് പിന്നത്തെ വർഷം കുഞ്ഞായി, പിന്നീട് ഒരു കുഞ്ഞില്ല.
അപ്പൊ ഈ കുഞ്ഞുമായുള്ള ജീവിതത്തിന്റെ ഈ 23 വർഷങ്ങൾ പിന്നിട്ട് പുതിയൊരു പുതുവർഷത്തിലേക്ക് ആ സ്ത്രീ പ്രവേശിക്കുമ്പോ ആ സ്ത്രീ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, എപ്പോഴും എന്നോട് പറയല്ലേ ചേച്ചി ഈശോ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് ഈ പുതുവർഷവും ഞാൻ ആ ധൈര്യത്തോടെ കാലെടുത്ത് വെക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, തൻ്റെ മുമ്പിലെ മലയിൽ ഒരു വഴിയൊരുക്കാൻ കൈ പിടിക്കുന്ന ഒരു ഈശോയെ ആ ചേച്ചി കണ്ടിട്ടുണ്ട്. പുതിയ വർഷത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഓരോ ദിവസവും ചിലപ്പോൾ ചേച്ചി ചിന്തിക്കുമായിരിക്കും, എപ്പോഴാ എൻ്റെ കൊച്ചൊന്ന് സൗഖ്യം പ്രാപിക്കുന്നു, എൻ്റെ മോൾ എപ്പോഴാ ഒന്ന് വർത്തമാനം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, എൻ്റെ കുഞ്ഞിന്റെ വേദന കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തേ ഈശോ സൗഖ്യപ്പെടുത്താൻ താമസിക്കുന്നത്? അമ്മയുടെ കണ്ണുനീരാണ്. പഠിക്കാൻ പറ്റുന്നില്ല, കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് ഒരു 13 വയസ്സുള്ള കുഞ്ഞ് കിളവിയെ പോലെ വളഞ്ഞു നടക്കുക. അത് കാണുമ്പോ അമ്മയുടെ ചങ്കു പൊട്ടുക. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, സിസ്റ്ററെ, എന്റെ ഈശോ എന്റെ കൊച്ചിനെ സുഖപ്പെടുത്താൻ വൈകുന്നത്? പ്രിയപ്പെട്ടവരെ, ഓരോ വർഷത്തിന്റെയും ആരംഭത്തിൽ ചിലപ്പോ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുക കുന്നോളം നമ്മുടെ ഇഷ്ടങ്ങളുടെ സാധ്യതകളുടെ ബ്ലെസ്സിങ് ചേർന്നായിരിക്കും നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാനാണ് നിന്നെ നയിക്കാൻ പോകും. അപ്പോൾ ഈ പുതുവർഷം കർത്താവ് തരുന്നൊരു വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം കർത്താവിന്റെ ഒരു വചനമാണ്. 50-ാം അധ്യായം വചനം ഭാഗം ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. 10-ാമത്തെ വചനം ഇതാണ്: നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നവൻ? ഇതാണ് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത്? അന്ന് ഉത്തരം അപ്പം തന്നെ അടുത്ത വചനമാണ്. അടുത്ത വചനം 11-ാമത്തെ വചനം പറയാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനമാണ്. പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. 2 കാര്യങ്ങൾ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളോട്. നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ? ആരാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവൻ? അടുത്ത വചനം, അവിടുത്തെ പുത്രനായ കർത്താവിന്റെ ദാസനായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നവൻ ആരാണ്? 2 കാര്യങ്ങളാണ് വചനത്തിൽ ചോദിക്കുന്നത്. ആരാണ് ദൈവത്തെ ഭയപ്പെടുന്നത്? ആരാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നത്? അടുത്ത വചനം അപ്പൊ തന്നെ പറയുകയാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടക്കാൻ എളുപ്പമല്ല. എന്നാൽ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവൻ ആരെന്ന് അടിവരയിട്ട് ഡെഫിനിഷൻ നൽകുകയാണ്. പ്രകാശമില്ലാഞ്ഞിട്ടും അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുകയും തന്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവനാണ് ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മളോട് ഇന്ന് തരുന്ന ഈ വചനം നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ഈ പുതുവർഷത്തിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന വെള്ളിയാഴ്ചയിൽ പങ്കെടുക്കുന്ന മക്കളോടെല്ലാം എനിക്ക് പറയാനുള്ള കാര്യം, നീ ദൈവത്തെ ഭയപ്പെടുന്നവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മുമ്പിലെ അന്ധകാരത്തിൽ പ്രകാശമില്ലാഞ്ഞിട്ടും നിനക്ക് നടക്കാൻ പറ്റാൻ നിനക്ക് സാധിക്കണം. 2-ാമത്തെ കാര്യം കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് അവനിൽ അഭയം തേടുക. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരമില്ലാത്തപ്പോ പ്രകാശത്തിലൂടെ നടക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൈത്താങ്ങില്ലാതെ എന്റെ മുമ്പിലെ ഇരുട്ടിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ നീ ആരിന്റെ കൈ പിടിക്കണം? ഈശോയുടെ കൈ പിടിക്കണം. അന്ധകാരത്തിൽ നീ നടക്കണം, നീ നിൽക്കേണ്ടവനല്ല. നിന്റെ മുമ്പിലെ അന്ധകാരത്തിൽ നീ നടക്കേണ്ടവനാണ്, നീ നിൽക്കേണ്ടവനല്ല, നീ സ്റ്റോപ്പ് ചെയ്യേണ്ടവനല്ല. നിന്റെ മുമ്പിൽ നാളെയും അന്ധകാരമാണെന്ന് വിചാരിച്ച് തീർക്കേണ്ടതല്ല. ഇന്നലെ ഒരു ഫാമിലിയുമായി ഞാൻ സംസാരിക്കണ ഫാമിലിയിൽ ആ ഭാര്യ പറയാണ്, എന്നാ ഞാനങ്ങ് തീർന്നേക്കാം, ഞാനാണല്ലോ പ്രശ്നം, ഞാനങ്ങ് തീർന്നേക്കാം. അങ്ങനെ തീർക്കാനല്ല മണിക്കൂറുകൾ ചെലവഴിച്ച് നമ്മൾ സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അന്ധകാരത്തിൽ നീ സ്റ്റോപ്പ് ചെയ്യാനുള്ളവനല്ല. നിന്റെ മുൻപിൽ പ്രകാശമായ ഈശോ ഉണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്ന ഇന്നത്തെ വചന ശുശ്രൂഷ പ്രധാനപ്പെട്ട ഭാഗം. നമുക്കെല്ലാം അറിയാം, യോഹന്നാന്റെ സുവിശേഷം
8-ാം അധ്യായം 12-ാമത്തെ വചനം ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 10-ഉം 11-ഉം എടുത്തു വെച്ചിട്ട് യോഹന്നാൻ 8:12 നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ തന്നെ പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും. ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ നടുവിൽ യേശുവാകുന്ന പ്രകാശത്തിലൂടെ നടക്കണം. മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ, മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല. വലിയ കുഴി മാത്രം നീ കാണുമ്പോഴും നിനക്ക് നടക്കാൻ പറ്റണമെങ്കിൽ ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് നീ കടന്നു വരണം. ഈശോയാകണം നിനക്ക്, ഈശോയെ തേടണം നീ, ഈശോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. എന്താ കാര്യം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് അന്ധകാരത്തിൽ നടക്കേണ്ടതായിട്ട് കടന്നു വരാറുണ്ട്. പ്രധാനമായിട്ടും പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം, ചില സ്ട്രഗിളുകൾ ഉണ്ടാവാം, ഒരവസാനമില്ലാത്ത സഹനങ്ങൾ ഉണ്ടാവാം, അവസാനമില്ലാത്ത ഇരുട്ടുകൾ നമുക്കുണ്ടാകാം. ഇവിടെ എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നാം, ചിലപ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവാം. എന്നാൽ ഞാൻ ഈശോയെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കുക എന്നുള്ളതാണ്. അതായത് ഈശോ എനിക്കും നിങ്ങൾക്കും ഈ ഇരുട്ടിൽ, ഈ പുതിയ വർഷത്തിൽ ഈശോ എന്നോട് നിങ്ങളോടും പറയാണ്, അവന്റെ കൈ പിടിച്ചാൽ അവൻ നിനക്കൊരു ക്ലാരിറ്റി നൽകും, അവൻ നിനക്കൊരു ഹോപ്പ് നൽകും, അവൻ നിന്റെ ജീവിതത്തെ ഡയറക്റ്റ് ചെയ്യും. നിന്റെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ മേഖലയിൽ അവൻ നിന്നെ ഡയറക്റ്റ് ചെയ്യും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കാനായിട്ട് പെൺകുട്ടികള് 16 കിലോമീറ്ററുകൾ 14 മണിക്കൂറുകൾ കൊണ്ട് ഒരു പെൺകുട്ടി നീന്തി സമുദ്രത്തിൽ നീന്തി അക്കരെ എത്തി അവൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ വേറൊരു പെണ്ണിന് ഭയങ്കര ആഗ്രഹമായി, എനിക്ക് ഇവളെ വിൻ ചെയ്യും, ഇവളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇവളെ വിൻ ചെയ്യണം. അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച് അവള് പരിശ്രമിക്കുകയാണ്. അപ്പോൾ 14 മണിക്കൂറാണ് ഈ സ്ത്രീ, ഈ ആദ്യത്തെ പെൺകുട്ടി പോയതെങ്കിൽ ഇവൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞാൽ ഇവൾക്ക് ഇവളെ വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവളെ തന്റെ ശരീരം മുഴുവൻ ഗ്രീസ് പരട്ടിയിട്ട് ഇവൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടുകയാണ്. സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഇവൾ നീന്തി തുടങ്ങി. അപ്പോൾ ഇവളെ രാത്രി 14 മണിക്കൂർ ദിവസം വൈകുന്നേരവും സമുദ്രത്തിന്റെ അങ്ങ് അഗാധങ്ങളിലൂടെ നീങ്ങി പോകുന്ന സമയത്ത് ഇവളെ വഴി നയിക്കാനായി ഒരു ബോട്ടിൽ ലൈറ്റിൽ കുറെ ആളുകൾ വരും. പക്ഷെ കുറെ നീന്തി കഴിയുമ്പോൾ മടുക്കപ്പോൾ ഇവൾ ഇങ്ങനെ കമന്ന് കിടന്ന് കുറഞ്ഞ റെസ്റ്റ് എടുക്കും. വീണ്ടും ഇവള് നീന്തുക. അതിനെ കുറെ നീന്തി കഴിഞ്ഞപ്പോൾ കടലിന്റെ നടുവില് ഒത്തിരി ചുമന്ന കളർ കാണുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ജെല്ലി ഫിഷുകളാണ്. ഈ കടലിന്റെ നടുവിൽ നിറച്ച് ജെല്ലി ഫിഷുകളാണ്. ഇപ്പോൾ ഈ ജെല്ലി ഫിഷുകള് ഇവൾക്കിടയിലൂടെ ഇവള് നീന്തുവാണ്. ഇതിനെ അതിജീവിച്ച് ഇവള് നീന്തുമ്പോ ജെല്ലി ഫിഷിന്റെ ഈ ഓരോന്ന് ഇവളെ ശരീരത്തിൽ തൊടുമ്പോൾ ഇവൾക്ക് ഒത്തിരി നീറുവാണ്, വേദനിക്കണം. പക്ഷെ ഇവൾ അതിനെ ഒന്നും പരിഗണിക്കുന്നില്ല. ഇവള് വീണ്ടും നീന്തുകയാണ്. കാരണം ഇവളുടെ ലക്ഷ്യം ഈ കിലോമീറ്ററുകൾ കടന്ന് അക്കരെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവള് വീണ്ടും നീന്തുകയാണ്. അങ്ങനെ ഈ ജെല്ലി ഫിഷുകളെ മറികടന്ന് പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവൾക്ക് മനസ്സിലായി, കിലോമീറ്ററുകൾ മുന്നോട്ട് പോയി 9 കിലോമീറ്റർ ആയി. അപ്പോൾ ഇവളെ വഴികാട്ടി വന്ന ബോട്ട് ഇവൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൾ ഏത് ഡയറക്ഷനിൽ എത്തണമെന്ന് ഇവൾക്ക് അറിയത്തില്ല. അപ്പോൾ അവൾ വീണ്ടും നീന്തുകയാണ്. അപ്പോൾ ഇവൾക്ക് മനസ്സിൽ ഭയമുണ്ട്, ഭാരമുണ്ട്. പക്ഷെ അവളുടെ ലക്ഷ്യം എന്ന് പറയുക അവിടെ എത്തുക എന്നുള്ളതാണ്. അവൾക്ക് വിൻ ചെയ്യണമെന്ന് അവളുടെ ആഗ്രഹമാണ്. അപ്പോൾ അവൾ വീണ്ടും നീന്തുകയാണ്. അപ്പോൾ അവൾ കാണും, ഇവൾക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അനേകം ജനങ്ങൾ സമുദ്രത്തിന്റെ അക്കരെ നിൽക്കുന്ന ഇവൾ കാണുകയാണ്. ഇവൾ വീണ്ടും നീന്തി അവിടെ എത്തി. 13 മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും കിലോമീറ്ററുകൾ നീന്തി അവൾ അക്കരെ എത്തുന്നത് നമ്മൾ അവിടെ കാണുന്നു. അപ്പൊ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അവളുടെ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ. അവൾ അതിനെ ഒരു ഫെയ്ത്ത് ലെവലിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും അത് പരാമർശിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഹോപ്പ് നഷ്ടപ്പെടും, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഡയറക്ഷൻ തരാൻ ആരും ഇല്ലാത്തവൻ നമുക്ക് തോന്നും. പക്ഷെ ഈശോ പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ട്. അപ്പോൾ എന്റെ മുമ്പിലെ അന്ധകാരം എനിക്ക് ഒരിക്കലും അന്ധകാരമായി മാറുന്നില്ല, മറിച്ച് ജീവനായ ഈശോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശം തരും. ചിലപ്പോൾ ചില മക്കള് സങ്കടങ്ങൾ നിരാശകളിൽപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ മനസ്സ് താഴെ കിടക്കുവാണ്. ഡിപ്രഷനിലോട്ട് പോകുന്ന മക്കൾ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലാതെ വരുമ്പോ അവര് പറയുവാണ്, ഞാൻ തകർന്നു നിൽക്കുവാണ്, എനിക്കറിയില്ല. പക്ഷെ ഈശോ പറയാണ്, നീ തകരേണ്ടവളല്ല, നീ തകരേണ്ടവനല്ല, മറിച്ച്
നിന്റെ പ്രകാശമായി ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി തിരിച്ചറിയുക, അന്ധകാരത്തിൽ നീയും ഞാനും നടന്നിരിക്കും. അത് വലിയൊരു സത്യമാണ്. ഞാനിന്ന് ഈ ഈശോയെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അന്ധകാരത്തിൽ നീ നടന്നിരിക്കും. കാരണം നമ്മൾ കാണുന്നതാണ് സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. കർത്താവാണ് എന്റെ ഇടയൻ, സങ്കീർത്തകൻ പറയുന്നുണ്ട്. അന്നേരം സങ്കീർത്തകൻ പറയണം 23-ാം അധ്യായം 4-ാം വചനം, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. ശ്രദ്ധിക്കുന്ന ഒരു വചനം നമുക്കെല്ലാം അറിയാം, ബൈഹാർട്ട് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. 23-ാം അധ്യായം 4-ാം വചനം പറയാണ്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിന്റെ മുമ്പില് എത്ര വലിയ മരണ നിഴൽ വീണ അവസ്ഥയിലൂടെയാണെങ്കിലും നീ എന്ത് ചെയ്യും? നീ കർത്താവിനെ നീ ആശ്രയിക്കുകയാണ്, നീ ഭയപ്പെടുകയില്ല. നിന്റെ ജീവിതത്തില് നീ ഈ റിയാലിറ്റി നീ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിന്റെ ലൈഫിൽ എപ്പോഴും ഒത്തിരി ഈ ഡാർക്ക്നെസ് ഉണ്ടാകും. ഡബുട്ടും ഭയങ്കരമായ വേദനകളും ഭാരങ്ങളും എല്ലാം കടന്നു വരുമ്പോഴും സങ്കീർത്തകന്റെ ഈ വചനം നമ്മുടെ മനസ്സിൽ ഓർക്കുക, മരണനിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. യോഹന്നാൻ 8:12, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഇനി അതിലും അപ്പുറത്തേക്ക് യോഹന്നാൻ ശ്ലീഹ തന്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സത്യം ഇതാണ്, ഞാനും നിങ്ങളും അന്ധകാരത്തിൽ നടക്കേണ്ടവരാണ്, നടക്കും. ആ അന്ധകാരം എന്റെ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആയിരിക്കുന്ന ലൈഫിൽ അന്ധകാരമുണ്ട്, സത്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുക, ദൈവത്തിന്റെ പ്രകാശമാണ് ഈ അന്ധകാരത്തിലെ എന്റെ ലൈറ്റ്. ദൈവത്തിന്റെ പ്രകാശമാണ് ഈ അന്ധകാരത്തിൽ എന്റെ ലൈറ്റ്. ഇപ്പോൾ ഈ ലൈറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ, അതാണ് നമ്മൾ വചനം കേട്ടത്, ആരാണ് ദൈവത്തെ ഭയപ്പെടുന്നവൻ, ആരാണ് ദൈവത്തെ അനുസരിക്കുന്നവൻ? അന്ധകാരത്തിൽ നടക്കുന്നവനാണ് ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ പ്രകാശത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ അഭയം തേടുന്നവൻ. നമ്മൾ ഈ പുതുവർഷം ദൈവത്തിൽ അങ്ങ് സറണ്ടർ ചെയ്യുക. ഈശോയെ, നിന്നെ കേൾക്കാൻ വേണ്ടി നീ എന്നെ ഒരുക്കണം. ഈശോയോട് പറയേണ്ട ഒരു കാര്യമാണ്, നിന്നെ കേൾക്കാൻ വേണ്ടി, നിന്റെ ഡയറക്ഷന് വേണ്ടി നീ എന്നെ ഒരുക്കണം. ഒരുപാട് സ്വരങ്ങൾ നമ്മൾ കേൾക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. നല്ല പ്രേയർഫുൾ ആയിട്ടുള്ള ആളാണ്. എന്നാൽ ആൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയം തോന്നും, എനിക്ക് കിട്ടുന്ന മെസ്സേജുകളൊക്കെ സത്യമാണോ, അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളാണിത്. പ്രാർത്ഥിച്ചൊരു മെസ്സേജ് പറഞ്ഞാൽ 100% സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് മെസ്സേജുകളാണ് പറയുന്നത്. പക്ഷെ ഈ ആളുടെ ഉള്ളിൽ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അപഹസിക്കപ്പെടും, നീ പരിഹസിക്കപ്പെടും. അപ്പോൾ എത്രയോ പേരോട് പ്രാർത്ഥന ചോദിച്ചു, അവരെല്ലാം ഭയങ്കര പോസിറ്റീവ്, ചുറ്റും പോസിറ്റീവാ പറയും. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ പറയാണ്, നീ അപഹസിക്കപ്പെടും, നീ പരിഹസിക്കപ്പെടും, പക്ഷേ ഞാൻ നിനക്ക് ശക്തി പകരും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞപ്പോ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു. പക്ഷേ കർത്താവ് ഒരു ശക്തി കൊടുത്തു. കർത്താവ് പറഞ്ഞ മെസ്സേജ് ആയിരുന്നു കറക്റ്റ്. ഈ കാര്യം നടന്നപ്പോ ആ കാര്യത്തിൽ എന്താണോ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈശോ പറഞ്ഞത് അത് മാത്രമേ സംഭവിച്ചു. വേറെ ആരും പറഞ്ഞത് സംഭവിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ പറഞ്ഞ ആളുകൾക്ക് കൃപയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അന്നൊരാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഉള്ളിൽ ഈശോ നിന്നോട് സംസാരിക്കും. നിന്റെ ഉള്ളിൽ കെടാത്തൊരു വെളിച്ചമുണ്ട്. ആ ഈശോ നിന്നോട് പറയുകയാണ്, ഇതാണ് ഡയറക്ഷൻ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അപഹസിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞപ്പോ പിന്നീട് പ്രാർത്ഥിക്കേണ്ട ഒറ്റക്കാരുള്ളൂ, ഈശോയെ, ഈ അപഹാസത്തില്, ഈ പരിഹാസത്തില്, ഈ തകർച്ചയില് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം നീ എനിക്ക് തരണം. അതുമാത്രം പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഉള്ളിൽ നയിക്കേണ്ട വഴികൾ, പോകേണ്ട വഴി ഏതെന്ന് ഒരു ഡയറക്ഷനാണ് യേശുവാകുന്ന ലൈറ്റ് നമുക്ക് നൽകുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത സ്റ്റെപ്പിനുള്ള ലൈറ്റ് ദൈവം നമുക്ക് തരും, ഒരു ഗൈഡൻസ് കർത്താവ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈ യേശുവിന്റെ ലൈറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? വചനത്തിൽ നിന്ന് കിട്ടും, പേഴ്സണൽ പ്രേയറിൽ നിന്ന് കിട്ടും, കർത്താവിന്റെ സന്നിധിയിലെ കുർബാന അർപ്പണത്തിൽ കിട്ടും. അതെനിക്കൊരു വലിയ പ്രതീക്ഷയായി മാറി. അതാണ് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത്. 119 സങ്കീർത്തനം 105 വചനം, കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവെ, എന്റെ ജീവിതത്തിന് മുൻപിൽ ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകും. ഈ കൊടുങ്കാറ്റിൽ ഒരു നാവിഗേഷൻ എനിക്ക് വഴി തരില്ല. എന്റെ മുമ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുകയാണ്. അത് രാവിലെ ജനുവരി മാസം 1-ാം തീയതി 2:00 രാത്രിയെല്ലാം ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴ വരികയാണ്, അസാമാന്യ മഴ.
ഈ മഴ കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, എൻ്റെ മുമ്പിലൊന്നും കാണാൻ പറ്റുന്നില്ല. 3 ലൈനിൽ ഒരു ലൈൻ ഇപ്പൊ നമുക്ക് ഈ ലൈൻ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോവോ, വണ്ടി ഇനി എങ്ങനെ അടുത്ത് മുമ്പോട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ വരുവാണ്, കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുപോലെ മഴയാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയാണ്, നീ എന്തിനാ ഭയപ്പെടുന്നത്, ഞാനാണ് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ഭയങ്കര ശാന്തത വരുവാണ്. മഴ പെട്ടെന്ന് മാറിയില്ല, പക്ഷെ ഭയപ്പെടുന്ന എൻ്റെ മനസ്സിനെ ഈശോ ഒന്ന് ശാന്തമാക്കുവാണ്. ഒരു 15 മിനിറ്റോളം ഈ മഴ ഇങ്ങനെ നീണ്ടു നിന്നു. അതിനുശേഷമാണ് ഞാൻ ആ മഴയെ അതിജീവിച്ച് അപ്പുറ സ്ഥലത്ത് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന ആ കർത്താവ് എനിക്ക് തരുന്നൊരു പ്രതീക്ഷയുണ്ട്, എനിക്ക് തരുന്നൊരു സമാധാനമുണ്ട്, എനിക്ക് തരുന്ന ഡയറക്ഷൻ ഉണ്ട്. അതാണ് എൻ്റെ ഈശോയുടെ ലൈറ്റ് എന്ന് പറയും, അതാണ് എൻ്റെ ഈശോയുടെ പ്രകാശം എന്ന് പറയും, അതാണ് എൻ്റെ ഈശോയുടെ കൂടെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയും. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈശോയാകുന്ന വലിയ പ്രകാശത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തില് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈശോ പറയും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും സമാധാനമായിരിക്കുമെന്ന് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ-33 നമുക്ക് പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കാം. കർത്താവിന്റെ വചനമാണ്. യോഹന്നാൻ 16-ന്റെ-33 കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഞെരുക്കത്തിന്റെ കാലത്ത് സമാധാനത്തോടെ യാത്ര ചെയ്യാനുള്ള കൃപ നൽകുന്ന ഒരു ഈശോയെ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈശോ പറയാൻ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിന്റെ വചനമാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് എത്രമാത്രം ആഘോഷിച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു വലിയ സമാധാനം ഈശോ നമ്മുടെ ഉള്ളിൽ തരും. ഈ പുതുവർഷം കൊടുങ്കാറ്റുകൾ നീങ്ങിപ്പോകുമെന്നോ അല്ലെങ്കിൽ വലിയ മലകൾ നിന്റെ മുമ്പിൽ പൊടി പോലെ 1 സെക്കൻഡ് കൊണ്ട് പൊടിഞ്ഞു വീഴുമെന്നോ ഒന്നുമില്ല. നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നാലും നീ ഭയപ്പെടാത്ത ഒരു ഹോപ്പ് നൽകുന്ന, ഒരു ഡയറക്ഷൻ നൽകുന്ന, ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടത്, അങ്ങനെ ഈ ലൈറ്റ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈശോയാകുന്ന പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. അപ്പൊ ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഈശോയുടെ പ്രകാശത്തിൽ അന്ധകാരത്തിൽ എനിക്ക് നടക്കാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും, എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. എൻ്റെ മുമ്പില്, അതായത് ശിഷ്യന്മാര് കടലിൽ കൂടെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റുണ്ടായി. ഇപ്പൊ കടൽ വെള്ളം, തിരമാല എല്ലാം കൂടെ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് യേശുവിനെ അവർ കാണുന്നു. അവർ യേശുവിനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് വള്ളം അടിച്ചു എന്നാ. അതാണ് ഒരു വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈശോയെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. അപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയിലേക്ക് വള്ളം അടുത്തു. പ്രിയപ്പെട്ട, ഈശോയെ അകത്തോട്ട് പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ കുടുംബത്തിലോട്ട് പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോയ്ക്ക് മുഴുവൻ സ്ഥാനവും ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഫെയ്ത്ത് എനിക്കത് കൂടുതൽ ഈശോ തന്നുകൊണ്ടിരിക്കും. എൻ്റെ വിശ്വാസം ആഴത്തിൽ എനിക്ക് വർദ്ധിച്ചു കിട്ടും. അപ്പോൾ എനിക്കൊരു ഫുൾ പിക്ചർ കിട്ടും മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിതം. ഇന്നലെ ആ ചെറുക്കൻ കൊച്ചനോട് പറയാണ്, സിസ്റ്റർ ഞാൻ കണ്ടു ഈശോയെ, എനിക്ക് ഈശോയിലൊന്നും ഇനി പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞാലും ഞങ്ങൾ ഒത്തിരി പൈസ ഉള്ളവരാണ്, ഞങ്ങൾ ഒത്തിരി ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് പറയില്ല, കാരണം എനിക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ സീറോയാണ്. അപ്പോൾ ആ ഒരു ഫെയ്ത്ത് അവന്റെ ഉള്ളിൽ കിടക്കുക. ഈശോയാകുന്ന പ്രകാശം എവിടെയൊക്കെയോ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ ഈശോയാകുന്ന പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പ്രകാശം എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ, ദൈവഹിതത്തിന് കീഴടങ്ങാൻ എന്നെ സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തി പറഞ്ഞില്ലേ, എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്നു, അതല്ല കേട്ടോ, അതല്ല, ബി റെഡി ഫോർ, ഈ ഒരു സിറ്റുവേഷന് വേണ്ടി നീ റെഡി ആകുമെന്ന് ഈശോ പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞില്ലേ അതല്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്താ, ഈശോയെ അനുസരിക്കാനുള്ള ഒരു കൃപയാണ് ഈശോ ആ വ്യക്തിക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഫെയ്ത്ത് വർദ്ധിക്കാൻ തുടങ്ങും, എനിക്ക് ഈശോയുടെ കൃപ എനിക്ക് കിട്ടാൻ തുടങ്ങും, ഈശോയെ അനുസരിക്കാൻ എനിക്ക് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലൊന്ന്, ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറും. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഈശോയുടെ സാക്ഷിയായിട്ട് മാറും. എൻ്റെ ജീവിതത്തിന്റെ അന്ധകാരത്തിൽ എനിക്ക് നടക്കാൻ പറ്റിയ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ച അത്ഭുതവും നടന്നു കാണിയല്ല. പക്ഷേ ആ പ്രതിസന്ധിയിൽ എനിക്ക് സ്വസ്ഥതയോടെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ
ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ആരോടും മിണ്ടാൻ പോലും തോന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, ഒരു കാര്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരാളിങ്ങനെ ഒത്തിരി എന്നെ വിഷമിപ്പിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഓർക്കും, ഈ പുതുവർഷമല്ലേ കർത്താവേ, ഇവരോട് മിണ്ടണോ വേണ്ടയോ? എനിക്ക് ഭയങ്കര ഭാരമാണ്. കാരണം എനിക്ക് അവരോട് സംസാരിക്കേണ്ടെന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷെ എന്നോട് ഈശോ പറയാണ്, അതല്ല, നീ അവരോട് ചെന്ന് സംസാരിക്കണം, നീ അതിനു വേണ്ടി നിന്റെ മനസ്സിനെ ഒരുക്കണം, മാക്സിമം അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയാണ്, അതല്ല, നീ ചെന്ന് സംസാരിച്ചേ. ഇവിടെ ഒത്തിരി പാടായിരുന്നു സംസാരിക്കാനായിട്ട്. പക്ഷെ ചെന്നങ്ങ് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഫ്രീ ആയി, ഒരു ആത്മീയ കൃപ എന്നോട് വന്ന് നിറഞ്ഞത് ഞാൻ കാണുക. എനിക്ക് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി മാറാൻ എനിക്ക് പറ്റിയൊരു ഫീലിംഗ് ആണ്. ഏറ്റവും വലിയ സാക്ഷി ഏതാന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ ഒത്തിരി അത്ഭുതങ്ങൾ ഈശോ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചോദിക്കാൻ അപ്പുറത്ത് ദൈവം ധാരാളമായി തന്നിട്ടുണ്ട്, ഒത്തിരി ബ്ലെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ എന്നെ ഉള്ളോട് നോക്കുമ്പോ എന്റെ ജീവിതത്തില് ഞാൻ ഇങ്ങനെ ചെയ്ത ചില കാര്യങ്ങൾ, ഈശോ എന്നിൽ വിജയം വരച്ച ചില സമയങ്ങളുണ്ട്. എന്റെ ഉള്ളിലെ എന്റെ ഈഗോയില് ഈശോ വിജയം വരച്ച ഒരുപാട് സമയങ്ങൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ ഈശോ എന്നെക്കാൾ അധികം ഈശോ എപ്പോഴൊക്കെ വിജയം വരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഈശോയുടെ സാക്ഷിയാണ്. അപ്പോഴെല്ലാം ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറുകയാണ്. അപ്പോഴെല്ലാം ഞാൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലോട്ട് നടന്നു കഴിഞ്ഞു. ഈ പ്രകാശം എൻ്റെ ഉള്ളിൽ വലിയ സാക്ഷി ജീവിതത്തിലേക്ക് എന്നെ നയിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കുവാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാക്ഷി ഒരു ലൈറ്റായി മാറാൻ പോവുകയാണ്. കർത്താവ് പറയാണ്, നീ എങ്ങനെയാണ് ലൈറ്റായിട്ട് മാറുന്നത്? 5-ാം അധ്യായം 14, 16 വചനം, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാക്ഷിയാക്കി മാറ്റുക, ഒരു ലൈറ്റായിട്ട് മറ്റൊരാൾക്കൊരു ലൈറ്റായിട്ട് നീ മാറി, മറ്റൊരാൾക്കൊരു ഡയറക്ഷനായിട്ട് നീ മാറുവാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന് മേലാണ് വയ്ക്കുക, അപ്പോൾ അതിൽ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഉള്ളില് ഈശോയാകുന്ന ലൈറ്റ് വന്ന് നിറയാൻ തുടങ്ങുമ്പോ ഞാൻ നിങ്ങളൊരു സാക്ഷിയായി മാറുകയാണ്. എന്റെ സാക്ഷ്യം നടക്കുകയാണ്. ലൈറ്റ് ആകുന്ന ഈശോയെ എന്നോട് ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് ദൈവഗതത്തിന് കീഴടങ്ങാനുള്ള കൃപ ദൈവം തരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈശോയുടെ സാക്ഷിയായി മാറുന്നു എന്നുള്ളത്. അതാണ് ഈ വചനം പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇനി അടുത്തൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇരുട്ടിലിരിക്കുമ്പോൾ ലൈറ്റാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രഗിളുകളില്, ഡബിൾസില്, ബുദ്ധിമുട്ടുകളില് എല്ലാ സമയത്തും ഈശോയുടെ പ്രകാശം നമുക്ക് വലിയ കംഫർട്ട് നൽകും. അതേസമയം മറ്റാളുകൾ നൽകുന്ന കുഞ്ഞു കുഞ്ഞു പ്രകാശം നമുക്കൊരു കംഫർട്ടബിൾ നൽകത്തില്ല, നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നത്തില്ല. കാരണം ഈശോയാകുന്ന പ്രകാശം അത് സ്വാർത്ഥതയില്ലാത്ത പ്രകാശവും അത് വലിയ ബ്ലെസ്സിങ്ങിന്റെ പ്രകാശവും. ആ ഒരു പ്രകാശം എൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എൻ്റെ ഇരുട്ടിലെ ലൈറ്റാണ്. അതാണ് ഈശോയുടെ ജനനത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ 1-ാം അധ്യായം 5-ാം വചനത്തിൽ പറഞ്ഞു വെക്കുക. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, ഈശോയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇരുളിനെ പോലും അതിജീവിക്കുന്ന സ്വാർത്ഥതയില്ലാത്ത എന്നെ കംഫർട്ടാക്കുന്ന ഒരു വലിയ പ്രകാശം എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലോട്ട് തരികയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നമുക്ക് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഹാർട്ടിൽ ഇരുളിനെ കീഴടക്കുന്ന ഒരു പ്രകാശം വന്നങ്ങ് നിറയും. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ ഈഗോയെ എപ്പോഴൊക്കെ ഈശോ ജയിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ വലിയ സാക്ഷിയായി മാറുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ആഗ്രഹം തോന്നുന്ന പലതിനെയും നമ്മൾ ഈശോയ്ക്ക് വേണ്ടി കീഴടക്കി കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാത്രി ആരാധനകളിൽ അടയാളങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കുരിശിന്റെ വഴികൾ മുട്ടേമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്?
നമ്മൾ നമ്മളെ തന്നെ കീഴടക്കുമ്പോൾ ഈശോ നമ്മൾ വിജയം വരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ കീഴടക്കുമ്പോൾ ഈശോ നമ്മൾ വിജയം വരിക്കുകയാണ്. ഈശോയാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് ധാരാളമായി കടന്നു വരാൻ തുടങ്ങും. ഈ പ്രകാശം വരുമ്പോൾ, വചനത്തിന് ചുരുൾ കഴിയുമ്പോൾ പ്രകാശം വരക്കുന്നു, വ്യക്തമായി കാണാൻ നിനക്ക് പറ്റുമെന്ന് പറയുന്ന പോലെയാണ്. ഒരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ മാറുകയാണ്. എല്ലാവർക്കും ഉണ്ട് ഒരു കൺഫ്യൂഷൻ. എന്നാൽ നമ്മൾ ഈശോയാകുന്ന പ്രകാശത്തിന്റെ വലിയ ക്ലാരിറ്റിയിലേക്ക് ഈശോ നയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ കർത്താവ് പറയുകയാണ്, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്ന് വചനം പറയും. നമ്മൾ മറ്റൊരു വചനം കൂടി പെട്ടെന്ന് എടുക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 നമ്മളൊരു വചനം കാണും. അത് ഇത് തന്നെയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത വലിയൊരു പ്രകാശം കണ്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ്. 9-ാം അധ്യായം 2-ാം വചനം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശം മുഴുവൻ അന്ധകാരമെന്നല്ല, അവരുടെ ജീവിതത്തിന്റെ സ്ട്രഗിളുകളാണ്, അവർ കടന്നു പോകുന്ന ഇരുളടഞ്ഞ മേഖലകളാണ്. അവിടേക്ക് ഒരു പ്രകാശമേ കടന്നു വരണുള്ളൂ. അത് ഈശോയാകുന്ന പ്രകാശവും. ഈശോയാകുന്ന പ്രകാശം കടന്നു വന്നതിനെ കുറിച്ചാണ്. അത് തന്നെയാണ് സങ്കീർത്തകൻ വീണ്ടും പറഞ്ഞു വെക്കുക. സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വചനം. കർത്താവിന്റെ പ്രകാശവും എന്റെ രക്ഷയുമാകുന്നു. കർത്താവിന്റെ വചനമാണ്. സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ സങ്കീർത്തകൻ 1-ാം വചനത്തിൽ ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ പ്രകാശമാകുന്ന രക്ഷയും എന്റെ കോട്ടയുമാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ പേടിക്കണമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. ആ വലിയ പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചോദിക്കണം, ഈശോയെ, എന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നിന്റെ വലിയ പ്രകാശം നിറയേണ്ടത്? എവിടെയാണ് എനിക്ക് വിശ്വാസം വർദ്ധിക്കപ്പെടേണ്ടത്? എവിടെയാണ് എനിക്ക് നിന്നെ അനുസരിക്കാൻ പറ്റേണ്ടത്? എവിടെയാണ് ഞാൻ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ? വീണ്ടും മറ്റൊരു വചനം കൂടെ നമ്മൾ കാണുകയാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വചനം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വചനം. വെളിപാട് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ വചനഭാഗത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. വചനം ഒന്ന് എടുത്ത് നമുക്ക് വായിക്കാം. 23-ാമത്തെ വചനം. ഇരുപത്തൊന്നിന്റെ 23 നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വായിച്ചോ. ഇല്ലെങ്കിൽ നമുക്കത് 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാം വചനത്തിലൊന്ന് പോകാം. 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാമത്തെ വചനം. 2 കൊറിന്തോസ് 4-ാം അധ്യായം 6-ാം വചനം നമുക്കൊന്ന് എടുക്കാം. അവിടെ കർത്താവിന്റെ വലിയ പ്രകാശത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഇവിടെ ഒരു കുറെ അധികം വചനങ്ങളുണ്ട്. ഈ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ. ഈ പുതുവർഷത്തില് നമുക്ക് ഈശോയുടെ ലൈറ്റിൽ നടക്കാനുള്ള കൃപ ചോദിക്കാം. ഈശോയെ, എന്തൊക്കെ അന്ധകാരങ്ങളും എന്തൊക്കെ ഇരുളുകളും എൻ്റെ ജീവിതത്തിൽ വന്നാലും നിന്റെ പ്രകാശത്തിൽ എനിക്ക് ഈ വർഷത്തിൽ നടക്കണം. നിന്റെ ഗൈഡൻസ് എനിക്ക് വേണം, നിന്റെ ഡയറക്ഷൻസ് എനിക്ക് വേണം, നീയാകുന്ന പ്രതീക്ഷ എനിക്ക് വേണമെന്ന് ഞാൻ നിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന്, അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകാശത്തെ സൃഷ്ടിച്ച കർത്താവ്, ആ ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ കർത്താവിന്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഈ കർത്താവിന്റെ പ്രകാശം വരുമ്പോൾ നമുക്ക് ശൂന്യതയിൽ, നമ്മുടെ ജീവിതത്തിൽ എംപ്റ്റിനെസ് ഉണ്ടാവത്തില്ല. ഈ പ്രകാശം നിറയാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ ശൂന്യത തോന്നുന്നത്, നിരാശ തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ പുതുവർഷത്തിൽ ഈശോയാകുന്ന വലിയ പ്രകാശത്തിലൂടെ നടന്ന് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക്, ദൈവഹിതത്തിന്റെ അനുസരണത്തിലേക്ക്, കർത്താവിന്റെ സാക്ഷിയാകുന്ന വലിയ പ്രകാശമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും, ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ പുതുവർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന മണിക്കൂറുകളാണ്. നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് എടുത്തു വെക്കാം. ഈശോയെ, ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ നിന്റെ വലിയ സ്നേഹത്തിന്റെ പ്രകാശം, നിന്റെ വലിയ സമാധാനത്തിന്റെ പ്രകാശം എൻ്റെ ജീവിതത്തോട് നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ 2 കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മനസ്സോടെ ഹൃദയത്തോടെ ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന എന്റെ ഈശോയെ, നന്ദി പറയുന്ന കർത്താവേ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, ദിവ്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന. എല്ലാ മക്കളും ഹൃദയത്തോടെ ഈശോയെ ആരാധിക്കട്ടെ. ആരാധന. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ, ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. ആരാധന. ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, ദിവ്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, ദിവ്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങയ്ക്കാരാധന, 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 ആരാധന അങ്ങയ്ക്കാരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന
ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഈശോയുടെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ അങ്ങ് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശമായി കടന്നു വരുവാൻ, അടച്ചിട്ട മുറിയിൽ വന്ന് കടന്നു നിൽക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ നിന്നെ കണ്ടുമുട്ടാൻ പറ്റുന്ന ഏക കർത്താവാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈശോയെ, എൻ്റെ മുൻപിലെ പ്രതിസന്ധികൾ, കർത്താവെ, എൻ്റെ ജീവിതത്തിന് ചില ഉത്കണ്ഠകൾ, ബാധപ്പെടുത്തുന്ന ചില ഓർമ്മകൾ, ഇതെല്ലാം ഈശോയുടെ കരങ്ങളോട്ട് വയ്ക്കും. ഈശോയെ, ഞാൻ കൂട്ടിയിട്ട് കൂടാത്ത കാര്യങ്ങളെല്ലാം നിനക്ക് തരികയാണ്. ഈശോയെ, എൻ്റെ പൊന്നു തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണണമേ എന്ന് ഓരോ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോ എത്രയോ ജീവിതങ്ങളെയാണ് ഈ നാളുകളിൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കണ്ടുമുട്ടും. ഈശോയാകുന്ന വലിയ പ്രകാശത്തിലേക്ക് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാണ്. ഈശോയുടെ പക്കലോട്ട് എല്ലാ വേദനകളും ഭാരങ്ങളും ആകുലതകളും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വചനം കർത്താവ് പറഞ്ഞില്ല, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹം എന്നിലേക്ക് ചൊരിയണേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിന്റെ വലിയ സ്നേഹം ഈ സമയം എന്നിലേക്ക് ചൊരിയണം. ദാഹത്തോടെ ആയിരിക്കട്ടെ. മറ്റെല്ലാം മറന്ന് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചു. ഈശോയെ, ആ സ്നേഹം കൊണ്ട് എന്നെ മൂടണേ എന്ന് പ്രാർത്ഥിക്കും ഓരോ മക്കളും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തില് നമ്മളിപ്പോൾ കേട്ടു, നിങ്ങളിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്. ഈശോയെ, നിന്റെ വലിയ സമാധാനം എനിക്ക് നൽകണം. എല്ലാ മക്കളും ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി, ഈശോയുടെ വലിയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിന്റെ വലിയ സമാധാനം എനിക്ക് നൽകണമേ. ഈശോയെ, എന്റെ ജീവിതത്തിന്റെ ഞെരുക്കത്തിലേക്ക് ഈശോയെ നീ ഒന്ന് കടന്നു വരണമേ എന്ന് ഓരോ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഈശോയുടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വിട്ടുകൊടുക്കുക ഈശോയുടെ സന്നിധിയിലോട്ട്. ഈശോയെ, ഇതാണ് ഞാൻ, എന്റെ അവസ്ഥകളെല്ലാം ഇതാണ്, പക്ഷെ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുക, നിന്റെ വലിയ സ്നേഹത്തിന് വേണ്ടി, നിന്റെ വലിയ സമാധാനത്തിന് വേണ്ടി, നിന്റെ കണ്ടുമുട്ടലിന് വേണ്ടി. ഈശോയെ, ഒത്തിരി ദാഹത്തോടെ ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. അപ്പ എന്റെ അടുത്ത് വന്ന് നിൽക്കണമേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഈശോയുടെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കും. ഈശോയെ, എന്റെ അടുത്ത്, എന്റെ കൂടെ, എന്നോട് ചേർന്ന്, എന്റെ ജീവിതത്തോട് ചേർന്ന് നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ആരാധിക്കട്ടെ. അതരം തുറന്ന് യേശുവേ 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 എന്ന് എല്ലാ മക്കളും വിളിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി. കണ്ണുകൾ അടച്ച് അതരം തുറന്ന് ഈശോ 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 എന്ന് ആഗ്രഹിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. ഈശോയെ, വലിയ ആഗ്രഹം സർവ്വതും സമർപ്പിച്ച്
കർത്താവേ, എന്റെ മനസ്സിനോട് നിന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ യേശുവേ, അനുഭവിക്കാൻ യേശുവേ, യേശുവേ, ഓ ഈശോ എന്റെ യേശുവേ. സമീപത്തോട്ട് വരണേ. യേശുവേ ആരാധന, വരണേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ദൈവമേ ആരാധന, യേശുവേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, കർത്താവേ, ഈശോയെ നിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ കർത്താവേ. നിന്റെ കാരുണ്യം അവസാനിക്കുന്നില്ലല്ലോ എന്റെ കർത്താവേ. നീ എന്നോട് പറഞ്ഞില്ലേ, ഒന്നിനെ കുറിച്ചും ആകുലയാകണ്ട, പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ എല്ലാ സ്തോത്രങ്ങളോ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നിങ്ങളുടെ എല്ലാ ധാരണകളെയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, ചിന്തകളെ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുന്നു. ഈശോയെ, അവിടുത്തെ വലിയ സമാധാനം, ഈശോയെ നിന്റെ വലിയ സമാധാനം എനിക്ക് നൽകണേ. എല്ലാ മക്കളും വലിയ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെല്ലാം ആഗ്രഹിക്കേണ്ടത് ദൈവസ്നേഹത്തിന് നിറവിന് വേണ്ടി, കർത്താവിന്റെ വലിയ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ആബാപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമുക്ക് വയ്ക്കാം. എന്തിനൊക്കെ വേണ്ടിയാണ് നിന്റെ ഹൃദയം തേങ്ങുന്നത്? എന്തിനു വേണ്ടിയാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അതെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് വയ്ക്കും. യോഹന്നാൻ 14:27 ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒത്തിരി ആഗ്രഹത്തോടെ ചില കാര്യങ്ങൾ ഈശോയേന്ന് വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ പറയുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഓർത്ത് കരയുന്ന ഭയപ്പെട്ടിരിക്കുന്ന മക്കളോട് ഇത് പറയുകയും, പ്രിയപ്പെട്ട മക്കളെ, ഈശോ അടുത്തു വരുമ്പോ ബെത്സയിദ കുളക്കരയിലെ രോഗി ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിലൊക്കെ കാണും. ഈശോ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോ ഭയന്നതുപോലെ മാറും. തൊട്ട് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുഷ്ഠരോഗി ഈശോ അടുത്തോട്ട് വരുമ്പോ ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെ പേടിച്ച് എന്താ വരുന്നേ. പക്ഷെ ഈശോ അവരെല്ലാം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവര് കണ്ടിട്ടില്ലാത്ത കൃപയുടെ തലത്തിലേക്ക് ഈശോ അവരെല്ലാം മാറ്റിയില്ലേ. നമ്മളെ സമീപിക്കുകയാണ് ഈശോ ഈ സമയത്ത്. നിന്റെ ജീവിതത്തിന്റെ ഭയപ്പാടുകള്, നിന്റെ സ്വപ്നങ്ങൾക്ക് അതീതമായി ഈശോ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന സമയമാണ്. ഒരു സൂം പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിൽ പോലും നിയോഗങ്ങൾ മുഴുവൻ എടുത്തു വെക്കും. ഈശോയെ, ഇതെനിക്ക് തന്നേ പറ്റൂ, ഇതെന്ന് എന്റെ ജീവിതത്തിൽ ചേർത്ത് തന്നേ പറ്റൂവെന്ന് ഓരോരുത്തരും ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങ് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ഞാൻ ലജ്ജിതനാകാൻ ഇടയാകരുതേന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഈശോ, ഈ കൂട്ടായ്മയിൽ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സമയം ഞാൻ സമർപ്പിക്കുക. ഒരു നല്ല ജോലിയിലേക്ക്, നല്ലൊരു പൊസിഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈ സമയം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പൊന്നു തമ്പുരാനെ, നിനക്കെല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈശോയെ, നിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവെ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടാൻ ഈ പുതുവർഷം ജോലി മേഖലയിലെ തടസ്സങ്ങളെല്ലാം മാറ്റപ്പെടുക. ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും ഈശോ എടുത്തു മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചു പ്രാർത്ഥിച്ച ഈശോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ബല 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 വിരി 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 ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിക്ക് ഈശോ PSC ടെസ്റ്റ് പാസ്സാകാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഈശോയെ, ഒരു വ്യക്തിയുടെ
ഡ്രൈവിംഗ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അപ്ലൈ ചെയ്തിരിക്കുന്ന ഈശോ ആ വ്യക്തിയുടെ മേല് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഈശോ കാണിച്ചു തരുന്നു. ഈശോയെ നന്ദി പറയുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ വൈകുന്നേരം 4:30 അവസാനിക്കുന്ന ഒരു ജോലി ഷെഡ്യൂൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. വളരെ നാളുകളായിട്ട് കാനഡ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കൊടുത്ത കർത്താവ് ആ മകനെ ഈ നാളുകൾ തന്നെ കാനഡയിൽ എത്തിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോ ഒരു വ്യക്തി അനുഗ്രഹിക്കും. ഷിപ്പിൽ ജോലി ചെയ്യാൻ കൃപ കൊടുത്ത് ഈശോ ഒരു വ്യക്തി അനുഗ്രഹിക്കും. ടിറ്റോ എന്ന് പറയുന്ന വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ കൂട്ടായ്മയിലേക്ക് ധാരാളമായി അനുഗ്രഹിക്കുന്നു. സർവശക്തിയോടെ ഈശോയെ ആരാധന 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ യേശുവേ ഈശോയേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല 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 യേശുവേ യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 പേര് ചൊല്ലി വിളിക്കുന്നു. വിവാഹക്കാലത്തെ കർത്താവ് ഇടപെടുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മ മക്കളില്ലാത്ത ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചങ്കുവെട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ നിനക്കെല്ലാം സാധ്യമാണ് ഈശോ. ഈ 2025 ആ മക്കളെല്ലാം ഈശോയെ അനുവദിക്കല്ലേ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഇവിടെ മക്കളെ ഈശോയുടെ പക്കൽ നമ്മുടെ വേദനകൾ മുഴുവൻ ഈശോ നമ്മളെ ഏറ്റെടുക്കുന്ന സമയമാണ്. കർത്താവെ കുടുംബ സമാധാനമില്ലാത്ത മക്കള് ഈശോയെ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങള് ഈശോയെ വലിയ ദയ കാണിക്കണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്റെ മക്കളെ ഈശോയെ അനുഭവിക്കാനുള്ള കൃപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ഒരാള് പോലും നശിച്ചു പോകാത്ത വലിയ ദൈവ കൃപയുടെ പ്രവർത്തനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്നേഹത്തോട് ഈശോയെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർന്നിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വെന്റിലേറ്ററിലായിരിക്കുന്ന 2 കുഞ്ഞു മക്കളെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുക. ഈശോയുടെ സൗഖ്യം ആ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരണം. ഈശോയെ എന്റെ ഈശോ നിന്റെ മുറിവേറ്റ കരം നീട്ടി നവീന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. അപ്പൊ സൗഖ്യം കൊടുക്കണം ഈശോയെ. ഈശോയെ പ്രാർത്ഥന ചോദിച്ചുള്ള അനേകം കുഞ്ഞു മക്കളുടെ രോഗപീഠങ്ങൾ ഈശോയെ എടുത്തു മാറ്റണേ. ക്യാൻസർ രോഗികളുടെ മേൽ ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയെ കരുണയായിരിക്കണേ. അപ്പ താവേ ഈശോ ഈ സമയത്ത് ഈ പുതിയ വർഷത്തിൽ പൗലോസ്ലീഹയുടെ തീക്ഷ്ണം നൽകി വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈശോ 2 പേരെ നിയോഗിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു. വചനം എഴുതാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഡെലിവറൻസിന്റെ ഗിഫ്റ്റ് ഈ ആലയത്തിൽ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന വ്യക്തികളിലെ 2 പേർക്ക് ഈശോ പ്രത്യേകം ഒരാൾ ജസ്റ്റിൻ എന്ന് ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഡ്രാമ, നാടകം കളി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് ഈശോ പറയുക, നീ എന്നോട് കുറച്ചുകൂടി ചേർന്നിരിക്കാൻ ഈശോ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഈശോയെ നന്ദി പറയുന്നു. ബിസിനസ് മേഖലകളെ കർത്താവിന് സമർപ്പിക്കാൻ ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോ ഒരാളെ പേര് ചൊല്ലി വിളിക്കുന്നു. കണ്ണുനീർ ഒപ്പി കൊടുക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. കർത്താവെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ കൂട്ടായ്മ ചില വ്യക്തികൾക്ക് ഈശോ നൽകുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ആരാധിക്കുന്നു. സമർപ്പിക്കട്ടെ. ഈശോയുടെ വലിയ സമാധാനം ഒഴുകി വരട്ടെ. ഈശോയുടെ വലിയ കരുണ ഒഴുകി വരട്ടെ. ഈശോയുടെ കാരുണ്യം ഒഴുകട്ടെ.
ഒഴുകട്ടെ ഈശോയെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, നിറവേറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങളെ സമർപ്പിച്ച മക്കളെ, ഏതെല്ലാം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു അത് മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. കർത്താവിന്റെ വചന ഹെബ്രായർ 10:36 ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹന ശക്തി ആവശ്യമായിരിക്കും. ഈശോയെ, ഏതെങ്കിലും മേഖലകളില് സഹനത്തിന്റെ തകർച്ചയിലൂടെ ഇനി എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഈശോയെ രോഗികൾക്ക് സഹിക്കാനുള്ള കൃപ കൊടുക്കണം. ഈശോയെ, കുടുംബജീവിതത്തിന്റെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് സഹിക്കാനുള്ള വലിയ കൃപ കൊടുക്കണം. ഈശോയെ കർത്താവേ, നിന്റെ വചനത്തിന്റെ വലിയ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കണം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കും. എന്റെ യാചനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്ന അരുളി ചെയ്ത കർത്താവേ, വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ മക്കളുണ്ടെങ്കിൽ, ഈശോയെ ജീവിതം തകർന്നെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈശോയെ അവരെല്ലാം നിനക്ക് സമർപ്പിക്കും. മരിയ ഈശോ ഒരാളെ പേര് ചൊല്ലി ഈ സമയത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്ന ആട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഒരു സ്നേഹത്തോടെ എടുത്ത് മടിയിലിരുത്തുന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നു. സിസ്റ്റർമാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളാണെന്നാണ് ഈശോ പറയുന്നത്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ല. എല്ലാ മക്കളും ഈശോയുടെ പ്രസൻസ് ഒന്ന് ആഗ്രഹിച്ച് ഒന്ന് തൊടാൻ പറഞ്ഞു. ഈശോയോട് എന്റെ ഈശോയെ, എന്നെ ഒന്ന് തൊടണേ ഈശോയെ, എന്നെ ഒന്ന് തൊടണേ ഈശോയെ, എന്റെ ജീവിതത്തെ ഒന്ന് തൊടണേ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ കണ്ണുനീരുകളെല്ലാം അവിടുന്ന് എടുത്തു മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പുതുവർഷം കാണാൻ നീ കൃപ തന്നല്ലോ ഈശോയെ. നീ എന്റെ പ്രകാശമായിട്ട് എന്റെ കൂടെ ഉണ്ടാകണം. പ്രാർത്ഥിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ ബ്ലെസ്സിങ്ങും ഈശോയോട് ചോദിച്ചു മേടിക്കും. ഈശോയെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ നമുക്കൊരിക്കൽ കൂടി അവനെ പാടി ആരാധിക്കാം. കൃപയൊഴുകട്ടെ, കാരുണ്യം ഒഴുകട്ടെ, സ്നേഹം ഒഴുകി വരട്ടെ. കണ്ണുകളടച്ച് ഈശോയുടെ മടുത്തട്ടിൽ നമുക്ക് വിശ്രമിക്കാം. എന്നെ ടച്ച് ചെയ്യണേ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ. യേശുനാമമെന്റെ ആശ്രയം, ആശയത്വമേരമെന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെന്റെ ആശ്രയം, ആശയത്വമേരമെന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേരൊരുവൻ. അവനേശുവായിരുന്നു, അവനേശുവായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു.
അവൻ യേശുവായിരുന്നു, എൻ ശിഷ്യനായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ചെയ്ത കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ചെയ്ത കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ചട്ടവാറുകൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. ചട്ടവാറുകൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അവൻ ശക്തയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. ചെയ്ത കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ചെയ്ത കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. വൈകല്ലേ എന്റെ മോചക, എന്റെ മോചക. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.